ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ വ്യാവസായിക ഉൽപാദനത്തിൽ വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ഇന്ത്യൻ ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെബി. ആരോപണത്തെക്കുറിച്ച് സെബി കൃത്യമായ മറുപടി നൽകണമെന്ന് കോൺഗ്രസ്. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പുരോഗതിയുണ്ടായില്ലെങ്കിൽ കേസ് സിബിഐക്ക് കൈമാറുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. രാജസ്ഥാനിൽ മഴക്കെടുതി രൂക്ഷം, 25 പേർക്ക് ജീവഹാനി. കേരളത്തിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വ്യാവസായിക ഉൽപാദനം ഈ വർഷം ജൂണിൽ 4.2% വളർച്ച രേഖപ്പെടുത്തി. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഖനനം, ഉൽപാദനം, വൈദ്യുതി എന്നീ മേഖലകളിലാണ് മുന്നേറ്റം കൈവരിച്ചത്. പണപ്പെരുപ്പ നിരക്കിലും വർഷാവർഷം കുറവുണ്ടാകുന്നുണ്ടെന്ന് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ വാർഷിക ഭക്ഷ്യ പണപ്പെരുപ്പ നിരക്ക് 5.42%. ഇത് 2023 ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ്. പ്രധാനമന്ത്രി സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ മാതൃകാ സൌരോർജ്ജ ഗ്രാമം നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. പദ്ധതി പ്രകാരം രാജ്യത്തുടനീളം ഓരോ ജില്ലയിലും ഒരു മാതൃകാ സൌരോർജ്ജ ഗ്രാമം സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. പദ്ധതി നടത്തിപ്പിനായി 800 കോടി രൂപ അനുവദിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നേപ്പാൾ വിദേശകാര്യ മന്ത്രി അർസു റാണ ദയുബയുമായി കാഠ്മണ്ഡുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തി. നേപ്പാൾ വിദേശകാര്യ സെക്രട്ടറി സേവ ലംസെല്ലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സംബന്ധിച്ച് ചർച്ച നടന്നു. മാൽദീവ്സ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ നിലവിലുണ്ടായിരുന്ന കരാർ പുതുക്കി. 2029 വരെ കരാർ പുതുക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മാൽദീവ്സ് വിദേശകാര്യ സഹമന്ത്രി മൂസ സമീറും ഒപ്പുവച്ചു. മാൽദീവ്സിന്റെ തലസ്ഥാനമായ മാലിയിൽ ഈ മാസം 9-നാണ് ധാരണാപത്രം പുതുക്കിയത്. ഈ പങ്കാളിത്തത്തിലൂടെ പൊതുനയം, ഭരണം തുടങ്ങിയവയിൽ മാൽദീവ്സ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന പരിശീലനങ്ങൾ തുടരും. ഇതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ച് ഇന്ത്യൻ ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെബി. ഓഹരി നിക്ഷേപവും കൈമാറ്റവും സംബന്ധിച്ച വിവരങ്ങൾ സെബി മേധാവി കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും താൽപര്യ വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കാൻ സെബിക്ക് ആഭ്യന്തര സംവിധാനമുണ്ടെന്നും വിശദീകരണത്തിൽ പറയുന്നു. നിക്ഷേപകർ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഇത്തരം റിപ്പോർട്ടുകളെ ശ്രദ്ധയോടെ വേണം സമീപിക്കാനെന്നും സെബി വ്യക്തമാക്കി. ഒരു റിപ്പോർട്ട്. ഇന്ത്യൻ ഓഹരി വിപണിയുടെ വിശ്വാസ്യതയും വളർച്ചയും ഉറപ്പുവരുത്താൻ സെബി പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ നടത്തിയ ആരോപണങ്ങൾ സെബി പരിശോധിച്ചതാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു. സെബി മേധാവി മാധബി ബുച്ചും ഭർത്താവ് ധവാൽ ബുച്ചും റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ചു. ഹിൻഡൻബർഗിനെതിരായ നിയമ നടപടികളുടെ പശ്ചാത്തലത്തിൽ വ്യക്തിഹത്യയ്ക്കുള്ള ശ്രമമാണിതെന്നും അവർ പറഞ്ഞു. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് അസോസിയേഷനും റിപ്പോർട്ടിനെതിരെ രംഗത്തു വന്നു. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ തടസ്സം സൃഷ്ടിക്കാനുള്ള ശ്രമമാണിതെന്ന് സംഘടന പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടി. സെബിയെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകൾക്ക് അനാവശ്യ പ്രാധാന്യം നൽകുക വഴി ഇന്ത്യയുടെ ഓഹരി വിപണിയെ അസ്ഥിരപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്ന് BJP ആരോപിച്ചു. ഓഹരി വിപണിയെ മുഴുവൻ തകർക്കാനും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം അവസാനിപ്പിക്കാനും അവർ ആഗ്രഹിക്കുന്നുവെന്ന് മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദ് ഇന്ന് ന്യൂഡൽഹിയിൽ പറഞ്ഞു. അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെക്കുറിച്ചും സെബി മേധാവിക്കെതിരായ ആരോപണത്തെക്കുറിച്ചും കൃത്യമായ മറുപടി നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പുരോഗതിയുണ്ടാക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ അന്വേഷണം CBIക്ക് കൈമാറുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കൂടുതൽ പേർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് ഡോക്ടറുടെ മാതാപിതാക്കൾ സംശയിക്കുന്നതായി അവരെ സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം RG കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ സന്ദീപ് ഘോഷ് ഇന്ന് രാജിവെച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വീടുകളുടെ വാടക സംസ്ഥാന സർക്കാർ നൽകും. ഒരാൾക്കും പ്രയാസമുണ്ടാകാത്ത രീതിയിൽ താൽക്കാലിക പുനരധിവാസം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനിച്ചു. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിനാണ് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നാളെയും തുടരും. ഇന്നത്തെ തിരച്ചിലിൽ ചാലിയാറിൽ നിന്നും ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തി. മഴയെ തുടർന്നാണ് അപകട മേഖലയിലെ തിരച്ചിൽ ഉച്ചയോടെ അവസാനിപ്പിച്ചത്. രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 25 കടന്നു. 3 ദിവസമായി തുടരുന്ന മഴ രാജസ്ഥാന്റെ കിഴക്കൻ ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ദൌസ, കരൌലി, സവായ് മാധോപൂർ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. പലയിടങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തെക്കൻ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 16 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാറിൽ ഗംഗ, പുൻപുൻ നദികളുടെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ തുടരുന്നു. മാനേർ, ദീഘാഘാട്ട്, ഗാന്ധിഘാട്ട്, ഹദിദഗ് എന്നിവിടങ്ങളിൽ ഗംഗാനദിയുടെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി. അർവൽ, ശ്രീപാൽപൂർ എന്നിവിടങ്ങളിൽ പുൻപുൻ നദിയുടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മദ്യനയ അഴിമതി കേസിൽ CBI അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. CBI അറസ്റ്റിനെതിരായി കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 113-ാം പതിപ്പാണ് ഇത്. പരിപാടിയിലേക്കുള്ള പൊതുജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറം വഴിയോ അറിയിക്കാവുന്നതാണ്. ഈ മാസം 23-നാണ് ആശയങ്ങൾ നൽകാനുള്ള അവസാന തീയതി. വീണ്ടും സമരത്തിനൊരുങ്ങി മുല്ലപ്പെരിയാർ സമരസമിതി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഒഴിവാക്കി വിഷയം സംബന്ധിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇടപെടൽ നടത്തിക്കാനാണ് തീരുമാനം. വ്യാഴാഴ്ച നടക്കുന്ന യോഗത്തിന് ശേഷം പുതിയ സമരപരിപാടികളിൽ തീരുമാനമെടുക്കുമെന്നും സമിതി അറിയിച്ചു. മനുഷ്യ കാട്ടാന സംഘർഷം തടയുന്നതിനായി പ്രധാന സംഘർഷബാധിത മേഖലകളിൽ സ്ഥാപിച്ച 8 പ്രത്യേക എലിഫന്റ് ടാസ്ക് ഫോഴ്സുകൾ കഴിഞ്ഞ വർഷം 1200-ലധികം സംഘർഷങ്ങളിൽ പ്രതികരിക്കുകയും ആനകളെ വനത്തിലേക്ക് തിരിച്ചയക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഈ ടാസ്ക് ഫോഴ്സുകൾ പ്രവർത്തിക്കുന്നത്. ലോക ആന ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ 10 വർഷത്തിനിടെ 2500 മനുഷ്യ കാട്ടാന സംഘർഷങ്ങളിലായി സംസ്ഥാനത്ത് 350 മരണങ്ങളും ഗണ്യമായ കൃഷിനാശവും ഉണ്ടായതായി മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഓഗസ്റ്റ് 15 രാവിലെ 9-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യവും മുഖ്യമന്ത്രി സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ വ്യാവസായിക ഉൽപാദനത്തിൽ വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ഇന്ത്യൻ ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെബി. ആരോപണത്തെക്കുറിച്ച് സെബി കൃത്യമായ മറുപടി നൽകണമെന്ന് കോൺഗ്രസ്. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പുരോഗതിയുണ്ടായില്ലെങ്കിൽ കേസ് CBIക്ക് കൈമാറുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. രാജസ്ഥാനിൽ മഴക്കെടുതി രൂക്ഷം, 25 പേർക്ക് ജീവഹാനി. കേരളത്തിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.